ومن أخلاقهم رضي الله تعالى عنهم عدم الحسد. ഇത് മഹാന്മാരുടെ സ്വഭാവമാണ്, അസൂയല്ലാതിരിക്കുക. ലിഅഹദി മിനൽ മുസ്ലിമീന, മുസ്ലിമിൽപ്പെട്ട ഒരാളോടും തന്റെ മനസ്സിൽ അസൂയയില്ല, അങ്ങനെ വേണം. വബദുൽ നസിയത്തി ലികുല്ലി മുസ്ലിമിൻ ബിത്വരീഖി ശർഈ, ശർഈയായ പാതയിലൂടെ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു സതുപദേശം പകരമാക്കുക. വലിദാലിക സാദുന്നാസ, അതുകൊണ്ടല്ലേ പണ്ഡിതന്മാരും ഔലിയാക്കളൊക്കെ ജനങ്ങൾക്ക് നേതാക്കന്മാരായി മാറിയത്. വലൗകാന ഇൻദഹും ഹസദുൻ ലിഅഹദിൻ ഔ ഇശ്റുൻ ലമാ സാദു, ഇവർക്ക് ആർക്കെങ്കിലും തന്റെ മുസ്ലിം സഹോദരന്മാരുടെ അസൂയയോ അല്ലെങ്കിൽ ചതിയോ ഉണ്ടായിരുന്നുവെങ്കിൽ ലമാ സാദു, അവർക്കാർക്കും ഇവർ നേതാക്കന്മാരാകുമായിരുന്നില്ല. വലാ ഖബീലത്തുൽ മുലൂക് വലാ ഖബീലത്തുൽ മുലൂക് അഖ്ദാബഹും, രാജാക്കന്മാര് അവരുടെ കാലടിപ്പാടുകളെ സ്വീകരിക്കുമായിരുന്നില്ല. അപ്പൊ അതൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? അസൂയല്ലാത്തത് കൊണ്ടാണ്. ഫഇന്നി ത്വലബതു യാഖി ഫഇൻ ത്വലബത യാഖി അന്ത കൂന കദാലിക, ഈ പറഞ്ഞ അതേ രൂപത്തിൽ അസൂയയില്ലാതെ വഞ്ചന ഒന്നുമില്ലാതെ യഥാർത്ഥ ഒരാളായി നേതാവാവൽ നിനക്ക് ആഗ്രഹമുണ്ടോ, തേടുന്നുണ്ട് എങ്കിൽ ഫസ്ലുക് ത്വരീഖഹും, ആ മഹാന്മാരുടെ പാതയിലൂടെ നീ സഞ്ചരിക്കുക. ഖാലിസൻ മുഖ്ലിസൻ, ഖാലിസായിട്ട് സഞ്ചരിക്കണം, അത് ആത്മാർത്ഥപരമായിട്ട് എല്ലാത്തിനോടും തനിച്ച് നീ സഞ്ചരിക്കേണ്ടതുണ്ട്. വയില്ല, അങ്ങനെ ഇല്ല എങ്കിൽ ഫൽ മുതഫഇലു, അങ്ങനെ മുതഫഇലായ ആള്, പ്രവർത്തിക്കുന്ന ആള്, ഖദിയത്തലി അല്ലാഹു ബഅദന്നാസ്, ചില ജനങ്ങളെ അല്ലാഹു തആല ബഅദന്നാസ്, ചില ആളുകളെ അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കും. അലാ തഫഉലിഹി, അവരെന്താണോ പ്രവർത്തിച്ചതെങ്കിൽ അതിന്റെ മേലിൽ ചില എന്താക്കും, വെളിവാക്കും. വരുമ്പോൾ പല യറൂജുലഹു അംറുൻ, അവനൊരു കാര്യവും ചെലവായി വരികയുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട് ആത്മാർത്ഥതയും ഒന്നുമില്ലെങ്കിൽ. അപ്പൊ അന്ന് നോക്കുന്നത് വഖദ് സമയത്തു ശൈഖന സയ്യിദി അലി അൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നത് ഞാൻ കേട്ടു. എന്ത്? മൻ അഖലസ അമലുഹു ലില്ലാഹി തആല, അവൻ ചെയ്യുന്ന കർമ്മം അള്ളാഹ്ക്ക് വേണ്ടി തനിപ്പിച്ചു വെച്ചാൽ ജഅലല്ലാഹു അസ്സ വജല്ല ഖുലൂബൽ മുഅ്മിനീന, സർവ്വ മുഅ്മിനുകളുടെയും ഹൃദയത്തെ അള്ളാഹു തആലാക്കുന്നതാണ്. തഖ്ലുസു ഫി മഹബ്ബത്തി, അവരോടുള്ള പ്രേമത്തിൽ ആത്മാർത്ഥതയുള്ളതായി അള്ളാഹ്ക്ക് മാറ്റുന്നു. അമ്മാമൻ ലൈസ ബിദീനിഹി അമ്മാമൻ, അപ്പോൾ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തൻ? ലബ്ബസ ബിദീനിഹി, അവന്റെ ദീൻ അവൻ ഇൽത്തിബാസാക്കി, അങ്ങനെയുള്ള ഒരുത്തൻ അതിൽ അള്ളാഹു തആല വെളിപ്പെടുത്തുന്നതാണ് ബഅദ അസ്ഫിയാഹി, അവന്റെ കൂട്ടുകാർ ചിലവരെ അലാ ബാത്തിനി, അവന്റെ ഉള്ളിന്റെ മേൽ അള്ളാഹു തആല വെളിപ്പെടുത്തും. ഫലാ യഖ്ലുസു ലഹു ഖൽബുൻ അഹദുൻ മിൻഹും ഫീ മഹബ്ബത്തി, അങ്ങനെ വരുമ്പോൾ ഇവരൊന്നും ഒരാളുടെയും ഹൃദയം എന്തായിട്ടില്ല, ഇവരുള്ള പ്രേമത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് വരും. ആത്മാർത്ഥത ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയാണ്, അസൂയ ഒഴിവാക്കണം, സതുപദേശം നടത്തണം. ഇതൊക്കെയായിരുന്നു ഈ മഹാന്മാരുടെ വഴികൾ. വഫിൽ ഹദീസി, പരിശുദ്ധ ഹദീസിൽ കാണാം, ഇന്നൽ ഹസദ യഅകുൽ ഹസനാതി കമാ തഅകുലു നാറു ഹതബാൻ, അസൂയ സർവ്വ നന്മകളെയും തിന്ന് നശിപ്പിക്കും. ഏതുപോലെ ഉദാഹരണം കാണിച്ചു, തീയ് വിറകിനെ നശിപ്പിക്കുന്നത് പോലെ. എന്നത് മനസ്സിലാക്കുമ്പോ തന്നെ മനസ്സിലാകണം. അപ്പൊ വൈദാ പനിയത്തെ ഹസനാത്തുൽ അബിദി, ഒരടിമയുടെ എല്ലാ നന്മകളും എന്തായി നശിച്ചാൽ ദഹബത്ത് സിയാദത്തു, അവന്റെ നേതാവിത്വം പോയി. കാരണം എന്താ? അന്നഹു യസിറു, നിശ്ചയമായിട്ടും ഒരിക്കൽ ഇവൻ ആകും, ഇമ്മാ സ്വാഹിബ സയ്യിആത്തിൻ, ഒന്നിരിക്കൽ എന്താകും, മോശക്കാരനായ കൂട്ടുകെട്ട് ആളെ ആയിരിക്കാം. അല്ലെങ്കിൽ ഔ അംറുഹു മൗഖൂഫുൻ, അവന്റെ കാര്യം നിർത്തപ്പെട്ടതാണ്. ലാ ഹസനാത്തിൻ വലാ സയ്യിആത്തിൻ, ഹസനാത്തുല്ല സയ്യിആത്തുല്ല. അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ്. വമിനൽ മഅലൂമി, അറിയപ്പെട്ടതിൽപ്പെട്ടതാണ്, അന്ന സിയാദത്തോ തഅലീമ, നേതാവിത്വം ആദരവും ബഹുമാനിക്കലൊക്കെ ഇന്നമായ കൂനാനി, അത് രണ്ടും ഉണ്ടാകുന്നതാണ്. ലിമൻ ഫാഖന്നാസ, ജനങ്ങൾക്ക് മീതെയുള്ള ആളുകൾക്ക് മോശം. എല്ലാ അമാലി വൽ അഖ്ലാഖി സ്വാലിഹത്തി, സൽക്കർമ്മങ്ങളിലും സൽസ്വഭാവങ്ങളിലും ഒക്കെ ജനങ്ങൾക്ക് മീതിയായിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന സായാദത്തും താലീമൊക്കെ ഉണ്ടാവുക എന്ന്. മഹാൻ പറയുന്നു, അസൂയക്കാരന് സുഖമില്ല, അലാ സിയാദ് സയ്യിൽ ഖുലുഖി, സ്വഭാവ മോശക്കാരന് നേതാവിത്വമില്ല.
ഇങ്ങനെയാണ്. വകാന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, മാ സമ്മ സാഹിബു നിഅമ, അവിടെ നിഅമത്തിന്റെ ഉടമയില്ല, ഇല്ലാ വലഹു അലൈഹ ഹുസ്സാദൻ, ആ നിഅമത്തിന്റെ മേൽ ഈ ഉടമക്ക് ഒരുപാട് ആശ്ചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടല്ലാതെ സമ്പത്തൊന്നും ഇയാൾക്ക് ഉണ്ടാവുകയില്ല എന്ന്. وقال هنا بن قيس رحمه الله تعالى يقول, മഹാൻ പറയാണ്, ലാ റാഹത ലി ഹസൂദ്, അസൂയക്കാരികൾക്ക് സുഖമില്ല, അവർക്കൊരു റാഹത്തിന് മനസ്സമാധാനം ഒന്നും ഉണ്ടാവില്ല. അലാ സിയാദൽ സയ്യിദ് ഖുൽഖി, ചീത്ത സ്വഭാവക്കാരന് നേതാവത്വം കിട്ടൂല. വകാന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, മാ സമ്മ സാഹിബു നിഅമത്തിൻ ഇല്ലാ വലഹു അലൈഹ ഹുസ്സാദൻ, ഒരൊറ്റ നിഅമത്തിന്റെയും അടിമയില്ല അവിടെ, നിയമത്തും ഉടയതായ ആരുമില്ല അവിടെ. അങ്ങനെ അയാൾക്ക് ആ നിയമത്തിന്റെ പേരിൽ ആശ്ചര്യം ഉണ്ടായിട്ടില്ല, ഒരുപാട് ആശ്ചര്യം ഉണ്ടാവും. മഹാൻ ആയിരുന്നു യഖൂല് പറയുന്നു, ദവാഉദർക്കിൽ അസൂയ ഉപേക്ഷിക്കണം മരുന്ന്, ഉപസുഹദ് ഫി ദുനിയ, അത് ദുനിയാവിൽ സായിദാവുക എന്നത് തന്നെയാണ്. അമ്മാമൻ ബഗദ ഫി ദുനിയ, ഇനി ദുനിയാവിന്റെ കാര്യത്തിൽ ആരെങ്കിലും ആഗ്രഹിച്ചു പോയാൽ, അൽ ഹസദു, അപ്പോൾ അസൂയ, മിൻ ലവാസിമിഹി, അതിന്റെ ലാസിമിൽ നിന്ന്, ഷാആഉ, അഭാവം വിലങ്ങട്ടെ, ഉദ്ദേശിക്കട്ടെ, എന്ത് വന്നാലും വേണ്ടില്ല. ഹസദ് ഇങ്ങനെയാണ്, ആ അസൂയ സംബന്ധിച്ചിട്ടാണ് സംഭവമൊക്കെ നടക്കുന്നത്. അപ്പൊ ആ അസൂയ ഒഴിവാക്കിയാൽ നന്നാവും. وقال سفيان الثوري رحمه الله تعالى يقول, മഹാൻ പറയുന്നു, മിൻ ശൈഇൽ ഹുസൂദ് അദമുൽ ഫഹമി, അസൂയാലുക്കളുടെ കാര്യത്തിൽപ്പെട്ടതാണ് ഒരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല എന്ന്. മന്നറാദ ജവദത്തുൽ ഫഹമി, നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്ന ഒരു ഉദ്ദേശാർത്ഥിനുണ്ടെങ്കിൽ, വലായഹ്സുദു അഹദൻ, ഒരാളും ഒരാളുടെ അസൂയ വെക്കുകയില്ല. വൈന്നീ, നിശ്ചയമായിട്ടും ഞാൻ ല അത്റുഖു ബഅദൽ ഔഖാത്തി, ചില ടൈമുകളിൽ എന്താവുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ഉപേക്ഷിക്കും. ലുബുസോബിൽ ജദീദി, പുതിയ വസ്ത്രം ധരിക്കലിനെ, എന്തൊരു മഹാബത്തൻ അയ്യഹീജൽ അസദോ എന്ത ജീറാനി അവരിയും, എന്റെ അയൽവാസി മറ്റുള്ളവരുടെ അടുക്കൽ അസൂയ ഇളകി പുറപ്പെടാൻ പെടുമോ എന്ന പേടിയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കിയത്. ഇങ്ങനെയായിരുന്നു മഹാന്മാരുടെ ജീവിതം. മഹാൻ പറയുന്നു, അൽ മഹ്സൂദു അലാ മാ ഇൻദഹു മിൻ നിഅമത്തി ഖൈറുൻ മിമ്മൻ ലൈസ ഇൻദഹു നിഅമത്തുൻ യഹ്സുദു അലൈഹ വയസ്കുറുല്ലാഹ തആല അലാ നിഅമത്തിഹി വയദഉൽ ഹുസൂദ്. വഖദ് കാന വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യഖൂലു ഇത്തഖുൽ ഹസദ വഇന്നു അവ്വലു ദംബിൻ അസല്ലാഹ തആല ബിൽ സമാഇ വഅവ്വലു ദംബിൻ അസല്ലാഹ തആല ബിൽ അർള്. അവാഹ് മുഴുവനാക്കാം. എന്തേ പറഞ്ഞത്, യഹ്യ ബിൻ മുആദ് തങ്ങൾ പറയുമായിരുന്നു, അൽ മഹ്സൂദു അലാ മാ ഇൻദഹു മിൻ നിഅമ, അസൂയ വെക്കപ്പെട്ടവൻ അവന്റെ അടുത്തുള്ളത് എന്താണോ അതിന്റെ മേലാണ്, നിഅമത്തിന്റെ മേലാണ് അവൻ അസൂയ വെക്കപ്പെട്ടിട്ടുണ്ട്. ഖൈറും മിമ്മൻ ലൈസ ഇൻദഹു നിഅമത്തുൻ യഹ്സദു അലൈഹ, ഒരു നിഅമത്തുമില്ലാത്ത ഒരുത്തൻ അവന്റെ മേലിൽ എങ്ങനെ അസൂയ വെക്കപ്പെടുന്നു. അങ്ങനെ വയസ്കുറുല്ലാഹ തആല അലാ നിഅമത്തി, അല്ലാഹു തന്ന നിഅമത്തിന്റെ മേലിൽ അവൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹുസൂദ്, അസൂയാലുക്കൾക്ക് കാരണം നൽകപ്പെടുന്നു. വഖദ് കാന വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ഇത്തഖുൽ ഹസദ, അസൂയ സൂക്ഷിച്ചോളി, ഫഇന്നഹു അവ്വലു ദംബിൻ അസല്ലാഹ തആല ബിഹി സമാഇ, ആകാശലോകത്ത് ആദ്യമായി ചെയ്ത തെറ്റ് അതാണ്. ഫഅവ്വലു ദംബിൻ അസല്ലാഹ തആല ബിഹിൽ അർള്, ഭൂമി ലോകത്തും ആദ്യമായി തെറ്റ് ചെയ്തത് ഈ അസൂയയാണ്. ഈ അസൂയ സംബന്ധമായിട്ടുള്ളതെല്ലാം ഉണ്ടായത്. അപ്പൊ നിങ്ങൾ അസൂയ സൂക്ഷിച്ചോളി, അസൂയ ഭയപ്പെട്ടോളി എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ആ ഹിക്മത്തിൽപ്പെട്ടതാണ് ഖൗലു യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹു തആല, മഹാൻ അവരുടെ വാക്ക്, ഫിൽ കഫി അൽ മഹാലിമി, ഹറാമായ കാര്യങ്ങളെ തൊട്ട് തടുക്കുന്നതിൽ എന്ത്, യകൂനു റിളർ റബ്ബ്, റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തമുണ്ടാകും. വ ഇൻദ നുസൂരിൽ ബലായി, ബലാൽ മുസീബത്ത് ഇറങ്ങുമ്പോൾ, തദ്ഹറു
തദ്ഹറു ഹഖായിഖു സ്വബരി, അപ്പോഴാണ് ക്ഷമയുടെ യാഥാർത്ഥ്യം വെളിപ്പെടുക. നല്ല മുസീബത്ത് വന്നു, നല്ലോണം ക്ഷമിച്ചു, അപ്പൊ അതിന് ഹഖീഖത്ത് വെളിപ്പെടും. വഇൻദ തൂലിൽ ഗൈബത്തി തദ്ഹറു മുവാസാത്തുൽ ഇഖ്വാൻ. ഇന്ദ തൂലിൽ ഗൈബത്തി, ഈ ഗൈബത്ത് നീണ്ടുകൊണ്ടിരിക്കും, അസാന്നിധ്യം. അങ്ങനെ നീളുന്ന സന്ദർഭത്തിൽ തദ്ഹറു മുവാസാത്തുൽ ഇഖ്വാനി, സഹോദരന്മാരുമുള്ള ആ സഹായം അപ്പൊ വെളിപ്പെടും. അകന്ന് കുറെ കഴിയുമ്പോഴാണ് ഈ സഹായം കിട്ടാതെ വെക്കുമ്പോ സഹോദരന്മാർ കൂടെ ഉണ്ടെങ്കിൽ സഹായിക്കുന്നൊക്കെ മനസ്സിലാവുമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് അത് വെളിപ്പെടും. അതൊക്കെ ഹിക്മത്തിൽപ്പെട്ട വാക്കുകളാണ്. ഒബിൽ അദബി യുഫഹമുൽ ഇൽമ്, മര്യാദയുണ്ടോ ചിട്ടയുണ്ടോ അപ്പൊ വിജ്ഞാനത്തെ മനസ്സിലാക്കപ്പെടാൻ കഴിയും. ഒബി തെറുക്കി ത്വമഇ തസ്ബുത്തുൽ മുആഖാത്തു, കൊതികളൊക്കെ ഉപേക്ഷിക്കണം, ഒരു കൊതി ഉണ്ടാവണ്ട. ആ ഉപേക്ഷിക്കൽ കൊണ്ടാണ് പരസ്പരമുള്ള സാഹോദര്യത്തെ സ്ഥിരപ്പെടുകയുള്ളൂ. മറ്റത് ഓനിൽ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അതെന്നെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. ആഗ്രഹം ഒഴിവാക്കണം. ഒബി സലാഹി നീയത്തി തദൂമു സുഹബത്തുൽ അഖിയാർ, മനസ്സ് നന്നായി നീയത്ത് നന്നാവൽ കൊണ്ട് എന്തുണ്ടാകും? നല്ലവരുമായുള്ള കൂട്ടുകെട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കും. മനസ്സ് നീയത്ത് വേണം. നീയത്ത് വടക്കായി അതൊക്കെ തകർന്നു പോകും. ഇപ്പൊ ഖൗലുഹു, യഹ്യാ തങ്ങളുടെ വാക്ക് അതിൽപ്പെട്ടതാണെന്ത്? മൻകാനൽ ഖുർആനു ഖൈദ, ഒരു മനുഷ്യന്റെ ഖുർആൻ, ഒരു ഖുർആൻ ആ ഒരു മനുഷ്യനെ തളച്ചിട്ടാൽ കാന ഇത്ലാഖു മിനൽ മൗത്ത്, ആ തളച്ചിട്ട ചെങ്ങലിൽ നിന്ന് അവനെ ഒഴിവാക്കുക മരണമാണ്. അതുവരെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും എന്നർത്ഥം. ഒമൻ ദബഹത്തുൽ ഇബാദത്തു, ആരാധനകൾ അവനെ വളരെ മുഷിപ്പിച്ച് അവനോട് എങ്ങാറാക്കി നിൽക്കുക, അത്രത്തോളം ചെയ്തു. അഹിയാവുൽ ഫൗസ്, അവന് വിജയം എന്താണ്? അവന് ജയിപ്പിക്കുന്നതാണ്. വിജയം കിട്ടിക്കൊണ്ടിരിക്കും വിവാദത്ത് ചെയ്താണെന്നർത്ഥം. ഒമൻ തറക ഷഹ്വത്ത ദുനിയ, ദുന്യാവിന്റെ വികാരങ്ങൾ ഒരുത്തനെ ഉപേക്ഷിച്ചാൽ അവലഹുല്ലാഹു തആല ഷഹ്വത്ത ദിക്രി, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവന്റെ ദിക്റിന്റെ വികാരതയുണ്ടല്ലോ, അതിങ്ങനെ അള്ളാഹു തആല പകരമാക്കി കൊടുക്കും. പിന്നെ ദിക്റേ ഉണ്ടാവുള്ളൂ, ദുന്യാവ് വെടിഞ്ഞല്ലോ. അപ്പൊ ഖൗലുഹു, യഹ്യാ തങ്ങളുടെ വാക്ക് അതിൽപ്പെട്ടതാണ് എന്ത്? മൻ ഹലമ, നല്ല ഒരുത്തനും എന്തായി ഒതുക്കവും അമർച്ചയുമുള്ളവനാണെങ്കിൽ സാദ അല അക്രാനിഹി, അവന്റെ കൂട്ടുകാരുടെ മേൽ അവൻ നേതാവായി മാറി. വമൻ നഫദ വലബഹു, വല്ല ഒരുത്തന്റെയും ദേശം വലബ്, അവന്റെ ദേശം നടപ്പാക്കിയാലോ വമസ ബിബൈരി ഹവാനി, അവന്റെ നിന്ദയുടെ സമുദ്രത്തിൽ അവൻ മുങ്ങി താഴേണ്ടി വരും. ദേശം നടപ്പാക്കിയ അപകടത്തിലാവുന്നതിനർത്ഥം. ഖൗലുഹു, യഹ്യാ തങ്ങളുടെ വാക്ക് ഖദറുൽ ഇജ്തിമാ ഖൈറും മിൻ സഫായിൽ ഇഫ്തിറാഖ്, സമ്മേളനങ്ങൾ അഥവാ ജനങ്ങൾ സമ്മേളിച്ചു കൂടുന്ന ഒരു കലർപ്പുണ്ടല്ലോ, ആ കലർപ്പാണ് ഗുണകരം വിട്ടുപിരിഞ്ഞ് ഉള്ള തെളിവിനേക്കാൾ. വിട്ടുപിരിഞ്ഞ മനസ്സുകളിൽ തെളിച്ചത്തുണ്ടാവും. അതിനേക്കാൾ ഗുണകരം സഹവാസങ്ങൾ കിട്ടണമെങ്കിൽ ജനങ്ങളുമായി ഒന്ന് ഒത്തുകൂടണം, അവർ കലർപ്പടവാണെന്ന്. വൈദാക്കാന ഖരീബ് അദുവൻ, അടുത്ത ആള് ശത്രുവാണെങ്കിൽ ഓവൽ ബഈദു, അവൻ പറ്റകന്നവനായി, കാരണം അടുത്ത ശത്രു അല്ലേ. വൈദാക്കാൽ ബഈദു വദൂദൻ, അകലെയുള്ള ആൾ ഇവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഓവൽ ഖരീബു, അവൻ അടുത്തുണ്ട്. അപ്പൊ വെറുത്ത ആള് അകലെ, സ്നേഹിക്കുന്ന ആൾ അകലെയാണെങ്കിലും അടുത്തുണ്ട്. ഇങ്ങനെയൊക്കെ തത്വങ്ങൾ. വമിൻഹ, ആ ഹിക്മത്തുൾപ്പെട്ടതാണ് ഖൗലു ബിശ്ർ ഹാഫി റഹിമഹുല്ലാഹു തആല, മൂപ്പയുടെ വാക്ക് ഇദാ അഖല്ലത്തിൻ നവാഫിലു ബിൽ ഫറായിദ്, അല്ലെങ്കിൽ ഇതാ ഉഖില്ലത്തിൻ നവാഫിലു ബിൽ ഫറായിദ്, ഫർളുകളുമായി സുന്നത്തുകളെ കൂട്ടിക്കലർത്തിയാൽ അത് കൂട്ടിയിറച്ചിയാക്കിയതർത്ഥം. അങ്ങനെ വന്നു വരികയാണെങ്കിൽ ഫത്റുക്കുൻ നവാഫില, എന്നാ നിങ്ങൾ എന്ത് വേണം? സുന്നത്താണ് ഒഴിവാക്കിയെടുക്കേണ്ടത്, പറന്നെടുക്കണം എന്നർത്ഥം. അപ്പൊ ഖൗലുഹു മല്ലം യസ്തഹിസിൻ അൽ ഹസൻ, നല്ലതിനെ നല്ലതായി കാണാത്തവൻ, ലം യസ്തഖിബിൽ ഖബീഹ, വടക്കായതിനെ വടക്കായി കാണുക. നന്മ കാണാത്തവൻ എന്താ? തിന്മ കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണല്ലോ, തിന്മയെ തിന്മയായിട്ട് കാണാൻ കഴിയില്ല, നന്മയെ നന്മയെ കണ്ടില്ലെങ്കിൽ. അപ്പൊ ഖൗലുഹു ബിശ്ർ ഹാഫി തങ്ങളുടെ വാക്ക് ലൈസ മഅൽ ഇഖ്തിലാഫി ഇഖ്തിലാഫുൻ, തമ്മിൽ ചേരിപ്പോരും ഭിന്നിപ്പും ഉണ്ടെങ്കിൽ അവിടെ ഇണക്കമില്ല എന്നാണ്. അപ്പൊ ഖൗലുഹു ബിശ്ർ ഹാഫി തങ്ങളുടെ വാക്ക് ഇന്ന ലം നുഅത മിൻ ഖിബലിൻ നിഅമ, ഇന്ന നിശ്ചയമായിട്ടും നമ്മൾ ലം നുഅത, നമ്മൾക്ക് നൽകപ്പെട്ടിട്ടില്ല, മിൻ ഖിബലിൻ നിഅമി, നിഅമത്തിന്റെ ഭാഗത്തിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടില്ല.
വൈന്നമാ ഊത്തീന നിശ്ചയമാണ് നമുക്ക് നൽകപ്പെട്ടതൊക്കെ മിൻ ഖില്ലത്തി ശുക്രി അലൈക, നിഅമത്ത് അല്ലാഹ് തന്നിട്ട് ആ നിഅമത്തിന്റെ മേൽ നന്ദി വളരെ കുറഞ്ഞുപോയി. ആ കുറഞ്ഞതിനാൽ കിട്ടിയതാണ്, നന്ദിക്ക് കിട്ടിയതല്ല എന്നർത്ഥം. കമാ അന്ന ഏതുപോലെ നിശ്ചയമാണ് നമ്മൾ ലം നുഅ്ത നമ്മൾക്ക് നൽകപ്പെട്ടിട്ടില്ല മിൻ ഖില്ലത്തിൽ അമൽ കുറഞ്ഞു എന്ന ഭാഗത്തിൽ കൂടെ കിട്ടിയിട്ടില്ല. വൈന്നമാ ഊതീന മിൻ ഖില്ലത്തി സിദ്ഖി ഫീഹി, ആ അമലിൽ നമ്മളെ സത്യസന്ധത വളരെ കുറവാണ്, ആ കുറവിനാൽ നമുക്ക് നൽകപ്പെട്ടു, അമൽ കുറഞ്ഞു എന്ന് നൽകല്ല. കമാ അന്ന ലം നുഅ്ത മിൻ കസറത്തി ദുനൂബ്, പാപങ്ങൾ എത്രയോ അധികമായി അതിനാൽ നമുക്ക് നൽകപ്പെട്ടിട്ടില്ലല്ലോ എന്നതുപോലെ. വൈന്നമാ ഊതീന മിൻ ഖില്ലത്തിൽ ഹയാ, ഇവിടെ നാണം എന്ന് പറഞ്ഞത് കുറവാണ്, ആ കുറവിന്റെ ഭാഗത്തിൽ കൂടിയാണ് കിട്ടിയത് എന്നർത്ഥം. ഏതുപോലെ കമാ അന്നാലം നുഅ്ത മിൻ ഖില്ലത്തിൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവോട് പാപമോചനം നടത്തണം, അത് കുറഞ്ഞു എന്നതിനാൽ നമുക്കൊന്നും തന്നിട്ടില്ല. പിന്നെ വൈന്നമാ ഊതീന നമുക്ക് നൽകിയത് മിൻ ഖില്ലത്തിൽ വഫാ, പൂർത്തിയാക്കി വീട്ടിൽ കുറഞ്ഞുപോയി, ആ കുറഞ്ഞ ഭാഗത്തിൽ കൂടിയാണ് നമുക്ക് കിട്ടിയതെന്ന. വസുർഅത്തു റുജൂഇ ഇല ദുനൂബി, പാപത്തിലേക്ക് വേഗം മടങ്ങുക എന്നുള്ളത് മിൻ ഗൈരി ഉഖൂബത്തി അലൈഹ, അതിന്റെ മേല് ശിക്ഷ ഇല്ലാത്തതിൽപ്പെട്ടതാണ്. തെറ്റിലേക്ക് പിന്നീട് മടങ്ങുന്ന വേഗത്തിൽ, അങ്ങനെ മടങ്ങുമ്പോൾ ആ തെറ്റിന് എന്താണെന്ന് അറിയാമോ, മേല് ശിക്ഷയില്ല എന്നതിനാൽ അതാണ്. അവ തെറ്റിന് മേൽ ശിക്ഷയില്ല എന്ന് നിർത്തിട്ടല്ലേ മടങ്ങുന്നത്, അത് തെറ്റല്ലേ. വലോ അന്നൽ ഉഖൂബത ഉജ്ജിലത് ലനാ, അങ്ങനെ നമുക്ക് ശിക്ഷ വേഗത്തിലാക്കപ്പെടുമായിരുന്നുവെങ്കിൽ ലന്തഹൈനാനിൽ മആസി ജുംല, മൊത്തത്തിൽ എല്ലാ തെറ്റുകൾ തൊട്ടും നമ്മളെന്താകുമായിരുന്നേനെ, അറ്റമാകുമായിരുന്നേനെ, ഇല്ലല്ലോ എന്ന്. ഇങ്ങനെയൊക്കെ തത്വങ്ങളും പറയുന്നു. വഅലം ദാലിക യാ അഖി, എന്റെ സഹോദര ഈ വിഷയങ്ങൾ നീ മനസ്സിലാക്കുക. വനൗളിഹ് ബാത്തിനക മിൻ മഹബ്ബത്തി ദുനിയ ശഹവാതിഹ, ദുനിയാവിനുള്ള പ്രേമം, അതിനുള്ള വികാരം, അതിനെ തൊട്ടെല്ലാം നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കുക. വഅക്സിർ മിൻ ദിക്രില്ലാഹി തആല, അള്ളാഹുള്ള ദിക്ർ അധികരിപ്പിച്ചു. വൈദാ തമ്മ ജലാഉ ബാത്തിനിക, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളു തെളിച്ചമായി പരിപൂർണമായി വന്നാൽ വഹുനാക, അപ്പോൾ അവിടെ വെച്ച് യുൻദിഖുക അല്ലാഹു തആല ബിൽ ഹിക്മത്തി, അപ്പൊ ഹിക്മത്ത് കൊണ്ട് അള്ളാഹ് നിന്നെ സംസാരിപ്പിച്ചിരിക്കും. വതസീറു ഹകീമ ജമാനിക, നിന്റെ കാലഘട്ടത്തിൽ വലിയ ഹക്കീമായിട്ട് തന്ത്ര യുക്തികൾ സംസാരിക്കാൻ പറ്റുന്ന നീയായി മാറുന്നു. അമ്മാ മുഹബ്ബത്തിക ദുനിയ, ദുന്യാവിന്റെ പ്രേമത്തോടു കൂടെയാണ് നീ എങ്കിൽ ഈ പറയുന്ന ഹിക്മത്തൊന്നും നിനക്ക് കിട്ടൂല, അതിനെ തൊട്ടൊക്കെ എത്രയോ നീ അകലെയായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഖദ് ഖീല ലിയഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹു തആല, യഹ്യ തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, മത്താ യദ്ഹബു മിനൽ അബ്ദി അൽ ഇൽമു വൽ ഹിൽമു വൽ ഹിക്മത്തു, ഒരടിമയിൽ നിന്ന് അറിവ്, ഒതുക്കം, തത്വജ്ഞാനം, ഇത് മൂന്നും എപ്പോഴാണ് പോവുക എന്ന. അപ്പൊ അതിന് മറുപടി യഹ്യ തങ്ങൾ കൊടുത്തത് ഇങ്ങനെയാണ്: ഇദാ തലബത് ദുനിയ ബിശൈഇൻ മിൻ ഹഉലാഇ സലാസ്, ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് പകരം ദുന്യാവ് തേടിയാൽ അതുപോലെ അകന്നു പോകുന്നുണ്ടാവില്ല. അപ്പൊ ദുന്യാവ് തേടുന്നത് പ്രശ്നമാണെന്നർത്ഥം. ഫകാന റഹിമഹുല്ലാഹു തആല യഖൂൽ, യഹ്യ തങ്ങൾ പറയുമായിരുന്നു, ഇദാ ദമ്മക അബ്നാഉ ദുനിയ ഔ മദഹുക, ദുന്യാവിന്റെ മക്കൾ നിന്നെ ആക്ഷേപിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്താൽ ഫസ്രിഫ് ദാലിക, അതെല്ലാം നീ തിരിച്ചുവിടണം. ഖുറാഫാത്ത്, അതൊക്കെ പുതുതായി ഉണ്ടാക്കിയ സംഗതിയിലേക്ക് വിട്ടാൽ മതി, അത് നോക്കണ്ട. കൗനിയും, കാരണം അവര് മുത്തുമിസിൽ ബസായ, ഉൾക്കാഴ്ച ഇല്ലാതെ മായ്ച്ചു കളയുന്നവരാണവർ. അതുകൊണ്ടാണ് അതൊക്കെ അവരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതി, അത് പ്രശ്നമാക്കണ്ടെന്നർത്ഥം. ആക്ഷേപിക്കാം, പുകഴ്ത്താം, എന്തുമായിക്കോട്ടെ. വഅലം, നീ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ത്, അന്ന തകസ്സുബ റജുലി, ഒരു പുരുഷൻ സമ്പാദിക്കുവാൻ വേണ്ടിയുള്ള സമ്പാദിക്കേണ്ട പണി, സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട്. ഏത് നിലക്ക് യഹന്നു ഇല സുഹൃദി, സുഹൃദിലേക്ക് അവരെന്താണ് ചാഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃദിലേക്ക് ചാഞ്ഞ നിലയിൽ ഒരാള് സമ്പാദിക്കുക എന്നുള്ളത് ഖൈറുൽ ലഹു,
അത് അവന് ഗുണമാണ്. മിന സുഹൃദി സുഹൃദിനേക്കാൾ തക്കസുബി സാഹിദായിട്ട് എന്ത് ചെയ്യാ, പണം ദുന്യാവല്ല പണം സമ്പാദിക്കലല്ലേ, സമ്പത്ത് സമ്പാദിക്കുക. ആ സമ്പാദിക്കുന്നതിലേക്ക് അവൻ ചായുന്നു. ആ നിലയിൽ സുഹൃദാവുന്നതിനേക്കാൾ നല്ല സമ്പാദിച്ചിട്ട് സുഹൃദാവുക എന്നുള്ളത്. സമ്പാദ്യം ഇല്ലാതിരിക്കലല്ല സുഹൃദ്, അതിനുള്ള താലൂക്ക് ഇല്ലാതിരിക്കുക എന്നാണല്ലോ. അങ്ങനെ ആവലാണ് നല്ലതെന്ന് അർത്ഥം. അങ്ങനെ മൂപ്പര് പറയുന്നു. മഹാൻ തന്നെ പറയട്ടെ, ഹൽവത്തുൽ മുരീദീന വമ്മുഷയാത്തീൻ എന്ന നഷാത്തുൽ മുറായീൻ. മുരീദന്മാർക്ക് ഒഴിഞ്ഞിരിക്കണ്ടല്ലോ, ഒഴിഞ്ഞിരുന്ന് അള്ളാഹനെ ഓർക്കുക എന്നുള്ളത് വംശയാത്തീൻ, അത് പിശാച്ചിന്റെ മൂടൗട്ടാണ്. ഒരു വല്ലാത്ത ഒമ്മുണ്ടാക്കും, മനപ്രയാസം ഉണ്ടാക്കും. നാസി ജനങ്ങൾ കാണുക എന്നുള്ളത് നഷാത്തുൽ മുറായിന, ആരാധന കർമ്മങ്ങൾ പോലത്തെ നല്ല കാര്യങ്ങളെ കൊണ്ട് ജനങ്ങൾക്കൊന്ന് കാണണം എന്ന് ലോകമാനെ നടിക്കുന്ന ആൾക്കാർ ഉന്മേഷം ഉഷാറും എന്താ, ജനങ്ങൾ കാണുകയാണ്. ഇതൊക്കെ തത്വങ്ങളാണ്. മഹാൻ പറയുന്നു, മൻ സത്തറ അലൈക ദുനൂബക വലൻ യഫ്ലഹക വഹുവ ഔലാ ബിക മിൻ ശാഇൽ ഖൽഖ്. നിന്റെ പേരിൽ നിന്റെ പാപങ്ങൾ ആരെങ്കിലും ഒരാൾ മറച്ചു വെച്ചു, അത് വെളിപ്പെടുത്തിയില്ല, അതുകൊണ്ട് നിന്നെ വഷളയാക്കിയതുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനത്തെവരാണ് നിന്നെ കൊണ്ട് ഏറ്റവും ബന്ധമായവൻ മറ്റുള്ളവരെക്കാൾ. അപ്പൊ മറ്റുള്ളവരെക്കാൾ നല്ല കൂട്ടുകൂട്ടാൻ അവനാണല്ലോ. നിന്റെ തെറ്റുകളൊന്നും വെളിപ്പെടുത്താതെ വഷളാക്കാതെ നടത്തിയവന്, അപ്പൊ അവനാണ് ഏറ്റവും നല്ലത്. കാരണം അൽഫ റംബിൻ, ആയിരക്കണക്കിന് തെറ്റുകൾ നീ ചെയ്യുന്നുണ്ട്. ഈമാ ബൈനക ബൈനല്ലാഹി തആല, അള്ളാഹുവിന്റെയും നിന്റെയും ഇടയിൽ ആയിരക്കണക്കിന് തെറ്റുകൾ നീ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളെല്ലാം അള്ളാഹു നിന്റെ മേലിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് അള്ളാഹ് വെളിപ്പെടുത്തുന്നതല്ലോ. അപ്പൊ മറ്റൊരാള് വെളിപ്പെടുത്താൻ നടന്നാൽ അവനാണ് ബന്ധമായവൻ. വലോ അന്നൽ ഖൽഖ ഇത്തലൗ അലാ ഐബി വാഹിദിൻ അലാ ഐബിൻ വാഹിദിൻ ഫീക, നിന്നിലുള്ളതായ ഒരൊറ്റ ഐബ്, ആ ഒരു ഐബിന്റെ മേലിൽ സൃഷ്ടികളെങ്ങാനും വെളിപ്പെടുകയാണെങ്കിൽ ലഫളഹുക ബൈനൽ ഇബാദ്, അടിയങ്ങൾക്കിടയിൽ അവർ നിന്നെ വഷളയാക്കുമല്ലോ. അല്ല, അങ്ങനെയല്ലല്ലോ. അള്ളാഹ്ക്കിടയിലും നിനക്കിടയിലും ചെയ്തു കൂടും തെറ്റുകളും പാപങ്ങളും അള്ള മറച്ചു വെക്കുന്നുണ്ട് വെളിപ്പെടുത്താതെ. അപ്പൊ അവനല്ലേ നിനക്ക് ഏറ്റവും കടമപ്പെട്ടവൻ, അവനോടാ നീ കടപ്പെട്ടവൻ. ഖൗലു അബി മുഹമ്മദ് റാസാമാരി റഹിമഹുല്ലാഹു തആല, മഹാന്റെ വാക്ക്, ഇദാ ജമഅതൽ മാല ഫഅൻത വക്കീലുൻ വഇദാ ഉഅതീത ഫഅൻത റസൂലുൻ വൽ വക്കീലു ലാ യഖൂലു വർ-റസൂലു ലാ യമുല്ലു. നീ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയാണ് എങ്കിൽ നീ വക്കീലാണ്. അപ്പൊ ആ സമ്പത്ത് തന്നു കഴിഞ്ഞാൽ നിന്നെ ഏൽപ്പിക്കപ്പെട്ടു, നീ അതിന്റെ മട്ടം പോലെ ചെയ്യണം അർത്ഥം. നീ നിനക്കത് കിട്ടിയാലോ നീ അത് റസൂലാണ്, നീ അത് ഏൽക്കേണ്ട ദൂതനായി അതുപോലെ കൈകാര്യം ചെയ്യണം. അപ്പൊ വക്കീലാണെങ്കിൽ പറ്റിക്കാൻ പറ്റൂല, ദൂതനാണെങ്കിൽ എടുത്ത ഗുണം എടുത്ത് പറയാനും പറ്റൂല. ഇങ്ങനെയാണ്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നു, അദ്മു ഖിയാനത്തിൽ വക്കീൽ, വക്കീല് പറ്റിക്കലില്ല, വഞ്ചിക്കലില്ല എന്നുള്ളത് ലാ യംനു അഹദൻ മിൻ ബുഖ്ലിൻ, ഒരാളെയും ബഹിർത്തത തൊട്ട് തടയൂല. പിന്നെന്താ, ബൽ യൂൻഫിഖു, ചെലവഴിക്കുന്നു. അപ്പൊ ബഹിർത്തരൊന്നും തടയൂല, പിന്നെന്താ, ചെലവഴിക്കുമെന്നതിനർത്ഥം ബഹിർത്തര ഉണ്ടാവുന്ന അർത്ഥം. കമാ അമറഹുള്ള, അള്ള കൽപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ അവൻ എന്താവുന്ന അറിയാമോ, ചെലവഴിക്കും. ബഹിർത്തരത്തെ തൊട്ട് തടയൂല. ഹിക്മത്തിൻ കമാ മന അല്ലാഹ്, അള്ളാഹു തആല തടഞ്ഞതുപോലെ എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാവും, തടയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ അദ്മു മന്യു റസൂൽ, റസൂല് മന്ന് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഐ യറൽ ഫളില ലി മുർസലിഹി, അവനെ പറഞ്ഞ അയച്ചാളുണ്ടാവല്ലോ, ആ പറഞ്ഞ ആൾക്ക് ഒരു ഔദാര്യത്തോളം കാണാം. പല യറ ലഘു ഫളിലം ബിമാ അഅത ഫളിലൻ. അപ്പോ
റസൂലിന് ഫضലുണ്ട് എന്ന് അവൻ കാണൂല. ഓനെ പറഞ്ഞയച്ചതാരാണ് ഓൽക്കാണ് ശ്രേഷ്ഠ എന്ന് മനസ്സിലാക്കും. ബിമാ ഉഴ്ത്തിയ അവൻ നൽകിയത് കൊണ്ട് ഇല്ലാല വജിഹി ശുക്രി. അപ്പൊ ബിമാ ഉഴ്ത്തിയ എങ്ങനെയല്ലാതെ കാണൂല ഇല്ലാല വജിഹി ശുക്രി ഇല്ലാഹി തആല. അള്ളാഹ് ചെയ്തു തന്ന നിഅമത്തല്ലേ ഇത്. അപ്പൊ ആ നിഅമത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്ന വഴിയിലല്ലാതെ ഒന്നും കാണൂല. അങ്ങനെയാണ് റസൂല് മന്ന് ചെയ്യൂല എന്ന് പറഞ്ഞത്. അപ്പൊ റസൂലിന് പ്രത്യേകത കാണൂല, മുർസലിനാണ്. മുർസലാരാ? അള്ളാഹ് കൊടുത്ത ആള്, അവനാണ് പ്രത്യേകത കാണുക. അത് അള്ളാഹ് നൽകിയെന്ന് വരുമ്പോൾ ആ വഴിയിലൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായി. ഇങ്ങനെ അല്ലാഹു അഅലം. ഇങ്ങനെയൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നർത്ഥം. വമിന്ന ഖൗലു അബി മുആവിയ അൽ-അസ്വദ് റഹിമഹുല്ലാഹ്. ഇനി ആ ഹിക്മത്തിൽപ്പെട്ട തന്നെയാണ് എന്ത് അബി മുആവിയത്തുൽ അസ്വദ് എന്ന് പറയുന്ന മഹാൻ പറഞ്ഞ വാക്ക്, മൻ തലബ മിനല്ലാഹി അൽ ഖൈറുൽ ജസീല. അള്ളാന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വലിയ ഒരു പുണ്യം തേടുന്നുവെങ്കിൽ ഫലം യനും ഫില്ലൈലി വലാ യഖീലു. രാത്രി അവൻ ഉറങ്ങൂല. വലാ യഖീലു അവനെന്താവുകയില്ല, കൈരൂരത്തിന്റെ ഉറക്കം ഉറങ്ങൂല. ഇങ്ങനെയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് പുണ്യം തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉറക്കം വരാൻ സാധ്യത കഴിവില്ല എന്നർത്ഥം. ഇപ്പൊ ഖൗലു മൻ തലബൽ ഫദ്ല മിനൽ ലിആമി. മുപ്പര വാക്കെന്ത്? മോശമായ ആളിൽ നിന്ന് വല്ല ഫദ്ലും തേടുന്നു എങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സു ഇദാ ഉഹീന. അവൻ നിസാരമാക്കപ്പെടുകയാണെങ്കിൽ അവൻ അവന്റെ സ്വന്തം നഫ്സിനെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ആരാരെയും ആക്ഷേപിക്കാൻ നിൽക്കണ്ട. മോശക്കാരിന്നു ഇത്രയാണ് തേടാൻ പോയാൽ അങ്ങനെ ഉണ്ടാവും, മോശം ഉണ്ടാവും. അപ്പൊ തേടണ്ട നല്ലൊരർത്ഥം. ഒമിൻഹ ആ ഹിക്മത്തിൽപ്പെട്ട തന്നെയാണ് ഖൗലി ഇമാമിന അശ്ശാഫി റളിയല്ലാഹു തആല അൻഹു. ഇമാം ശാഫി തങ്ങളെ വാക്ക്, അദ്ലമുൽ ളാലിമീന ലിനഫ്സിഹി. സ്വന്തം നഫ്സിനെ ദ്രോഹിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ അദ്ലമ് മൻ തവാളഅ ലിമൻ ലാ യുക്രിമുഹു. അവൻ ആദരിക്കാത്തവരാരുണ്ടോ അവന് വിനയം കാണിക്കാം. വറഗിബ ഫീ മവദ്ദത്തി മൻ ലാ യൻഫഉഹു. അവന് ഉപകാരം ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവനെ സ്നേഹിക്കുന്നതിൽ ആഗ്രഹിക്കാൻ. ഇങ്ങോട്ട് ഉപകാരം ഉണ്ടാവില്ല, എന്നിട്ട് പിന്നെ അങ്ങോട്ട് സ്നേഹിക്കാൻ നടക്കേണ്ട ആവശ്യം എന്താ? ആദരവ് നൽകൂല. അങ്ങനത്തെ വിനയം കാണിക്കുക, അത് സ്വന്തം നഫ്സിന് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. അപ്പൊ ആദരവ് കൽപ്പിക്കുന്നവരോടും പിന്നെ മംഫഅത്തിലൂടെ സെറ്റുള്ള അപ്പൊ അക്രമം ഉണ്ടാവില്ല. മധുകമല്ല അരിവു. അറിയാത്ത ആൾക്കാർ പുകഴ്ത്തും, ആ പരിചയമില്ലാത്ത ആൾക്കാരുടെ പുകഴ്ത്തലൊക്കെ സ്വീകരിക്കും ചെയ്യുക. അത് ശരിയല്ല. അറിയുന്നവർ പുകഴ്ത്തം, അറിയാത്തൊരു പുകഴ്ത്തിന് എന്താ കാര്യം? അപ്പൊ ഖൗലുഹു ഇമാം ശാഫി നിങ്ങളെ വാക്ക്, ഒമൻ നമ്മലക്ക നമ്മഅലൈക. നിന്നെ പറ്റി ആരെങ്കിലും നിമിമത്ത് പറയുകയാണെങ്കിൽ അത് നിനക്ക് ഗുണമായിട്ടൊന്ന് കരുതണ്ട, നിന്റെ മേലായിട്ടോ പറഞ്ഞു കരുതിയാൽ മതി. ഒമൻ നക്കലയിലേക്ക, നിന്നിലേക്ക് ആരെങ്കിലും പറഞ്ഞ വാക്ക് ആരെങ്കിലും കൊണ്ടു ഉദ്ധരിച്ചു തരികയാണെങ്കിൽ നക്കലൻക, അവൻ നിന്നെ തൊട്ട് അങ്ങോട്ടും കൊടുക്കുന്ന. അപ്പൊ നിന്നോട് ഒരാളെ പറ്റി നമീമത്ത് പറഞ്ഞാൽ നിന്റെ മേലിൽ കേടാട്ടോ നിങ്ങൾ നാളെ പറയും. അത് മനസ്സിലാക്കാം. വമൻ ഇത് അർവൈത്തഹു, നീ ആരെങ്കിലും എന്താ ഇഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ കാലവീക്ക മാലൈസവീക്ക, അവൻ നിന്നിൽ എന്താണോ ഇല്ലാത്ത ആ കാര്യം നിന്നെ കൊണ്ട് പറയും അവൻ ഇഷ്ടപ്പെടുത്തിയാല്. കദാലിക്ക ഇത് അളവുത്തഹു, നീ ഇതേ പ്രകാരം തന്നെയാണ് നീ അവനെ കോപിപ്പിച്ചാൽ ദേഷ്യം പിടിപ്പിച്ചാലോ കാലവീക്ക മാലൈസവീക്ക, നിന്നിൽ ഇല്ലാത്തടുത്ത് നിന്റെ ദേഷ്യം കുറ്റം പറയുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നിന്നിൽ ഇല്ലാത്ത കാര്യം എടുത്തുകൊണ്ട് കുറ്റം പറയും, ദേഷ്യം വെച്ചാല്. നീ തൃപ്തിപ്പെടുത്താൻ പോയാൽ ഇല്ലാത്തൊക്കെ വിളിച്ചും പറയും. നിന്നിലേക്ക് വല്ലത് ഉദ്ധരിച്ചു കൊടുത്താൽ നിന്നെ തൊട്ട് നാളെ ഉദ്ധരിക്കും. ഇങ്ങനെ മനസ്സിലാക്കാം. ഇത് ഇമാം ശാഫി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇമാം ശാഫി തങ്ങളെ വാക്ക്, ഇദാ തസവ്വദ റജുലു ഫഖദ് റകിബൽ ബഹറ. ഒരാൾ കല്യാണം കഴിച്ചാല് സമുദ്രം കയറി യാത്ര പോകണം. കാരണം കുടുംബത്തെ പോലുണ്ടേ. വയും വലതലഹു വയും ഒലിതലഹു വലതുൻ, ഒരു കുട്ടി അവർക്ക് ജനിച്ചാലോ ഫഖദ് കസറത്ത് ബിഹി അൽ മർക്കബു, ആ കുട്ടി കൊണ്ട് അവന്റെ വാഹനം എന്താ പൊട്ടിപ്പൊളിഞ്ഞു പോയിന്നാണ്. അപ്പൊ അത്രയും നല്ല ഒരു ഭാരം അവന് വരുന്നർത്ഥം. അതൊന്നും നോക്കണ്ടെന്നർത്ഥം, ജനിപ്പിക്കണ്ടെന്നർത്ഥം ഇതില്ല.
വഖൗലുഹു അതുപോലെ തന്നെ മഹാനവരുടെ വാക്ക് ത്വലബുർ റാഹത്തി ഫി ദുനിയ ദുനിയാവിൽ സുഖം തേടുന്നവൻ ലാ യസിഖു ലി അഹ്ലിൽ മുർആത്തി മനുഷ്യത്തിന്റെ കൂട്ടക്കാർക്ക് യോജിച്ചതല്ലത്. മനുഷ്യത്വമുള്ള ആളുകളോട് ശരിയാവൂല ദുനിയാവ് തേടുന്ന ആൾക്ക് റാഹത്തിട്ടൂല. ഫഇന്ന അഹദഹും ലം യസൽ എന്താ കാരണം അവൻ ഒരാളെല്ലാം യസൽത്ത അയ്യാൻ ഈ കുല്ലി സമാൻ എല്ലാ കാലത്തും അവൻ തഅബാനായിക്കൊണ്ടേയിരിക്കും. തഅബ എന്ന് പറഞ്ഞാൽ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്ന അർത്ഥം അതുണ്ടാവാം. ഇതാ വല്ല അഖൂക വിലായത്തൻ ഒരധികാരം നിന്റെ സഹോദരൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫർള മിൻഹു ബിഉശ്രി ബുദ്ധി അല്ലദീ കാന ലക ഖബലഹ അധികാരം അല്ല അഖൂക വിലായത്തൻ നിന്റെ സഹോദരൻ വല്ല അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഫർള മിൻഹു ബിഉശ്രി ബുദ്ധി അല്ലദീ കാന ലക ഖബലഹ അധികാരം ഏൽക്കുന്നതിന്റെ മുമ്പ് നിന്നോട് അവൻ കാണിച്ച സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ 1/10 കൊണ്ട് നീ അവിടുന്ന് ഇഷ്ടപ്പെട്ടാൽ മതി. ഇനി തോനെന്താവില്ല, കാരണം അധികാരം കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം അർത്ഥം. ഒമിന്നാതിൽപ്പെട്ടതാണ് ഖൗല അബി ഉമാമ റഹ്മത്തുള്ളാഹി തങ്ങളെ വാക്ക്. എന്താണറിയോ? മൻ ആദന്നാസ ബിലാ സുൽത്താനി അധികാരമൊന്നുമില്ലാതെ ആരെങ്കിലും ഒരാളെ പീഡിപ്പിച്ചാൽ, ജനങ്ങളെ പീഡിപ്പിച്ചാൽ അവൻ നിന്ദനാകും, നിസാരക്കാരനാകും, അതിന്റെ മേലെ ക്ഷമിച്ചു കൊള്ളട്ടെ എന്ന അതുമായിൽപ്പെട്ടൊരു വാക്കാണ്. അപ്പൊ ഖൗലുഹു മഹാന്റെ വാക്ക് അതിൽ പെടും. എന്ത്? മൻ സബറ അലൽ ഇസാഅത്തി അലൈഹി അവന്റെ മേലില് മോശത്തരം വല്ലതും ചെയ്തിട്ട് അതിന്റെ മേൽ വല്ലവരും ക്ഷമിച്ചാൽ ഫഖദ് മഹദ അലിൽ ഇഹ്സാനി മൗദിഅൻ ഒരു നന്മക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം അവൻ ഒരുക്കി തയ്യാറാക്കി എന്ന് പറയാം. ഖൗലുഹു മല്ലം യനുൽക്കൽ ഖൈറു ബി ഹയാതിഹി അവന്റെ ജീവിതകാലത്ത് ഒരു ഗുണം നിനക്ക് കിട്ടിയില്ലാന്ന് വെക്കുക. അങ്ങനത്തെ ഒരുത്തൻ പല തബിക്ക് അയിനാക്ക അല വഫാത്തിഹി അപ്പൊ പിന്നെ എന്തുണ്ടാവൂല? ഗുണം ചെയ്യാത്തവനാണെങ്കിൽ അവൻ വഫാത്തായതിന്റെ പേരിൽ നിന്റെ 2 കണ്ണുകൾ കരയൂല, സങ്കടം ഉണ്ടാവാതിരിക്കുന്ന അർത്ഥം. അങ്ങനെയാണല്ലോ, ഗുണം കിട്ടുന്ന ആൾക്കാർ പോകുമ്പോഴാണല്ലോ സങ്കടമൊക്കെ ഉണ്ടാകുക. അപ്പൊ ഖൗലുഹു ഇദാ റളിയ റാഇ ബിഫിഇലി റഇബി ചന്നായുടെ പ്രവൃത്തി കൊണ്ട് ആടുമേക്കുകാരൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലയഞ്ചിൽ കൽബു അൽ ഗരീബ് ലയംബഹിൽ കൽബു അൽ ഗരീബ് അറിയാത്ത ഒരാൾ കേറി വരുമ്പോൾ അയാളെ മേൽ നായ കുരക്കുകയില്ല. അവിടെ ചന്നായ കാട്ടുന്നത് ഇഷ്ടമാണല്ലോ, പിന്നെ കുരക്കേണ്ട ആവശ്യമില്ലല്ലോ. ഖൗലുഹു അൽ ഇഖ്തിറാബു യഹ്ദുമുൽ ഇഖ്തിറാഫ കുറ്റം സമ്മതിക്കുന്നുണ്ടല്ലോ, അങ്ങനെ സമ്മതിക്കുക എന്നുള്ളത് നിർമ്മിച്ചുണ്ടാക്കിയ കാര്യത്തെ പൊളിച്ചു കളയുന്നതാണ്. വലം തദൽ അശ്റാബു തുബ്തലാ ബിൽ അത്റാബുന ഉന്നതന്മാരായ ആൾക്കാരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, പല ഭാഗങ്ങളെ കൊണ്ടും അണികളെ കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. വമിൻഹ ഖൗലു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതിൽപ്പെട്ടത് തന്നെയാണ് അബ്ദുല്ലാഹ് തങ്ങളുടെ ഖൗല് അല്ലാഹുമ്മ വസിഅ അലയ്യ ദുനിയ എന്റെ മേൽ ദുനിയാവിനെ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. വസഖിദ്നി ഫീഹ ആ ദുനിയാവ് നീ എന്നെ സായിദാക്കി തരണേ അല്ലാഹ്. വലാ തഖ്തുർഹ അലയ്യ ആ ദുനിയാവിനെ എന്റെ മേൽ ചുരുക്കി തരണേ അല്ലാഹ്. ഫതുറഇവനി ഫീഹ ആ ദുനിയാവിൽ നീ എന്താണ് എന്നെ ആഗ്രഹിപ്പിക്കും, ആ വിധം എന്റെ മേൽ ദുനിയാവിനെ ചുരുക്കാതെ എന്നെ സായിദാക്കി വിശാലമാക്കിക്കൊണ്ടാകുന്നു. അപ്പൊ ഖൗലുഹു മുബറവാക്കിനിയുമുണ്ട് അല്ലാഹുമ്മ ജ്അൽനി അൽ യൗമ ഇന്നേ ദിനം നീ എന്നെ ആക്കണേ അല്ലാഹ് മസ്ഊലൻ ബിമാ അകൂനു അൻഹു വദൻ മസ്ഊലൻ നാളെ ചോദിക്കപ്പെടാൻ പറ്റുന്ന എന്തൊരു കാര്യമുണ്ടോ അത്തരം കാര്യം കൊണ്ട് ജോലിയാക്കി എന്നെ മാറ്റണം. നാളെ മഹ്ശർ എന്നെ ചോദ്യം ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളാക്കി മാറ്റണം എന്നെയാണ്. അപ്പൊ ഖൗലുഹു മഹാന്റെ വാക്ക് അത്തവാളു യർഫഉൽ ഖസീസ വിനയം താഴ്ന്ന ആളെ ഉയർത്തും. വൽ കിബ്റു യളഉൻ നഫീസാത്ത് അഹങ്കാരം ഉയർന്ന ആളെ താഴ്ത്തും. ഇങ്ങനെയാണ് നിസാരക്കാരനെ ഉയർത്തുന്നത് വിനയമാണ്, ഉയർന്നവനെ താഴ്ത്തുന്നത് കിബ്റാണ്. ഒമൻ തലബർ റിയാസത്ത നീ നേതാവിത്വം ആരെയും തേടിപ്പോയാൽ അറിയത്തുഹു ആ നേതാവിത്വം ക്ഷീണിപ്പിക്കും. ഒമൻ ഫർറ മിൻഹ
മേധാവിത്വത്തെ തൊട്ട് ഓടിപ്പോയാലോ തബിഅത്തു അത് അവനെ പിന്തുടരും. ഇങ്ങനെയാണ്. ഇതൊക്കെ തത്വങ്ങളായ വാക്കുകളാണ്. അപ്പൊ കൗലുല്ലാ തഫ്റബി ഗസത്തിൽ അയ്യാലി കുട്ടികൾ പാടുള്ളത് കൊണ്ട് സന്തോഷിക്കണ്ട കേട്ടോ. പൈന്നതാലിക്ക കാരണം കുട്ടികൾ സൂസുൽമാൻ സമ്പത്തിലുണ്ടാകുന്ന പുഴുക്കളാണ്. വദിയാത്തുർ റിജാലി പുരുഷന്മാരെ ഒക്കെ വദിയത്തിലാക്കുന്നതാണ്. അങ്ങനത്തെ മക്കളെ കൊണ്ട് വദിയത്താണ് സമ്പത്ത് നാശമാവുണ്ടല്ലോ, കൈപ്പെട്ടതാണ്. നമുക്ക് ചിന്തിക്കണം. അപ്പൊ അതുകൊണ്ട് സന്തോഷിക്കാൻ നിൽക്കണ്ട, മക്കളുണ്ടല്ലോ എന്നും പറഞ്ഞു കണ്ടത്. ഒമിന്ന ഖൗലുൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല തങ്ങളെ വാക്ക് മൻ കസുറ ഇതാബുഹു ഖല്ല അസ്ഹാബുഹു. വല്ല ഒരുത്തന്റെയും ആക്ഷേപങ്ങൾ കൂടി വന്നാൽ അവന് അണികൾ കുറവായിരിക്കും. കാരണം കുറ്റപ്പെടുത്താൻ ആളിൽ അത് അണികളുണ്ടാവല്ലോ. ഒമൻ ഫാജിറ എല്ലാവരുത്തരും തമ്മാടിക്ക് വല്ലതും കൊടുത്താലോ പക്കത് ഹുജൂരി അവരെ തമ്മാടിത്തരത്തിന്റെ മേലെ അത് സഹായിക്കാനാകും. അപ്പൊ തമ്മാടിക്ക് കൊടുക്കേണ്ടത്. ഒമൻ സഅലീമ മോശക്കാരന് വല്ലതും ചോദിച്ചാൽ പക്കത് അഹാനഫ്സ് മോശം കുരുത്തം കെട്ട ആളാണ്, അയാൾ പോയി വല്ലതും ചോദിച്ചാൽ അവനെ നഫ്സിനെ നിസ്സാരമാക്കി നടത്തും. ഒമൻ തലബൽ ഇൽമ മിമ്മൽ ലാ യഅമൽ ബിഹി അമൽ ചെയ്യാത്ത ഒരാളിന് ഇൽമു തേടിയാലോ സാധു ജഹിരൻ അത് അവന് വിവരക്കേടുണ്ടാക്കി തീർക്കും. നമ്മുടെ ഇൽമുണ്ട്, അമലില്ലല്ലോ. ഒമൻ അല്ലമൽ അബിലഹ ഫഖദു വയ്യാഇംറു ബിലാ ഫായിദ. പൊട്ടനായ മനസ്സിലാകാത്ത ഒരാളാണ്, അവര് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം ഉണ്ടാവില്ല, അവന്റെ ആയുസ് വെറുതെ അത് കളഞ്ഞു നടത്തും. ഒമൻ സനഅൽ മഅറൂഫ മാ കുഫൂർ നന്ദികേട് കാണിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഫഖദു നിഅമത അവന്റെ അനുഗ്രഹത്തെ അവൻ പാഴാക്കി കളഞ്ഞെന്നേ പറയാൻ പറ്റുള്ളൂ എന്ന്.